ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കുക്കിങ്ങും പിന്നെ ചിങ്ങം ഒന്നിന് മുമ്പേ ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ആടി കളയലെന്ന് ട്രിവാൻഡ്രത്ത് പറയും. ഞാനിപ്പോൾ ഇടയ്ക്ക് ഫ്രണ്ടിലോട്ട് നോക്കി ചിരിക്കുന്നത് മുരളിയുടെ അവിടെ നിന്ന് ഞാനിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി കാപ്പി ഇടുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കലാണ് കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നോർമൽ രീതിയിൽ കാപ്പി ഇടുന്നതിനേക്കാളും കുറച്ചൊന്ന് കോൺഷ്യസ് ആവുമല്ലോ. അതിന് മുരളിയുടെ ഫ്രണ്ട് ഇരുന്ന് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇൻഡിപെൻഡൻസ് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പേര് ഒരു പല പല കോഡ്സൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു. നമുക്ക് സ്ത്രീകൾക്ക് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി നടക്കാൻ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല, അങ്ങനെ പല നമുക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ളൊരു ഫ്രീഡം ഇല്ല. അപ്പം അതൊക്കെയാണ് നമുക്ക് ഒരു ഇൻഡിപെൻഡൻസ് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ലേഡീസിൻ്റെയും സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കുറച്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ വന്ന കുറച്ച് തോട്ട്സാണ് കേട്ടോ. ചിലപ്പം ഈ ബ്രഹ്മകുമാരി ക്ലാസ്സിലൊക്കെ പോകുന്നത് കൊണ്ട് വന്ന ഒരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് ആണോ എന്ന് അറിയത്തില്ല. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ആണ് വേണ്ടിയെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും ഇപ്പം ഒത്തിരി ആൾക്കാർ അല്ലെങ്കിൽ സിറ്റുവേഷൻസിനോടൊക്കെ ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിലേ പുറത്ത് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു പ്രോഗ്രാമിന് പോകണം, അല്ലെങ്കിൽ അവിടെ പോകണം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ആരെങ്കിലും കൂട്ടില്ലാതെ ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ലേഡീസിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ആണുങ്ങളൊക്കെ പോകാറുണ്ട്. എനിക്കൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകണം, റെസ്റ്റോറൻറ്റിൽ പോകണം, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണ്, എനിക്ക് ഒരാളുടെ കൂട്ട് വേണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പം അല്ലെങ്കിൽ വേറൊരു കാര്യം, ഒരാളുടെ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തു, വേറൊരാൾ അത് മോശമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ അവരെന്താ അത് മോശമാണെന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഞാൻ ഇട്ടത്. അപ്പം നമ്മൾ വേറൊരാളുടെ അപ്രൂവൽ ആഗ്രഹിക്കാറുണ്ടല്ലോ, അവർക്കും കൂടി ഇഷ്ടപ്പെടണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. പിന്നൊരു കാര്യം, നമ്മുടെ ഒപ്പീനിയനാണ് കറക്റ്റ്. നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ പറയുമ്പോൾ വേറൊരാൾ അതിനെ പാടേ തെറ്റാന്ന് പറയുമ്പോഴും നമുക്ക് കുറച്ച് വിഷമം വരാറുണ്ടല്ലേ, ചെറിയൊരു സങ്കടം വരാറുണ്ടല്ലേ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് പറയാം. വേറെ ആളെ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് കുറച്ച് വിഷമം വരാറുണ്ട്. അങ്ങനെ പല 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 എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ആണ് ആദ്യം വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങളായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. വേറൊരാൾ ദേഷ്യപ്പെടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഹേർട്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഒത്തിരി, അത് അങ്ങനെ എളുപ്പത്തിൽ ഞാനിങ്ങനെ പറയുന്നത് പോലെ ഒട്ടും ഈസി അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും അങ്ങനെ തന്നെയുള്ള ഒരാളാണ് കേട്ടോ. അപ്പം എനിക്കത് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. കാരണം ഞാനിങ്ങനെ തന്നെ ഉള്ള ഒരാളാണ്. സിനിമയ്ക്കൊക്കെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, എന്നാലും എനിക്കൊരു റെസ്റ്റോറൻറ്റിലൊക്കെ ഒറ്റയ്ക്ക് നല്ല മടിയുള്ള ഒരാളാണ്. വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതെനിക്ക് നന്നായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം, എന്നിൽ ചേഞ്ച് വരുത്തണം എന്ന് തോന്നിയൊരു കാര്യമാണ്. അങ്ങനെ എത്ര പേരുണ്ട് എന്നെ പോലെ എന്നൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് അറിയാനാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇത് സിക്ക വോൾ എന്ന് പറഞ്ഞിട്ട് ഇന്റേണൽ റിപ്പയർ സ്കിം കോട്ടാണ്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതിന് 200 അങ്ങനെ എങ്ങാണ്ട് വിലയേ ഉള്ളൂ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒത്തിരി നാളായി ഇത് മേടിച്ചിട്ട്. ഉരുളേണ്ണ അതിൻ്റെ ഇടയ്ക്ക് എന്നെ പൊക്കമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നേരത്തെയൊക്കെ എന്നെ കൊണ്ടൊരു വലിയ കൂലിപ്പണിക്ക് ഞാൻ എന്നിട്ട് പറയരുത്, എന്താ കൂലിക്ക് ആളെ വെച്ചേക്കുവാണോ, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുകയായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വോളിലിങ്ങനെ ക്രാക്സ് ഉണ്ടാവില്ലേ, സൈഡിൽ ഇങ്ങനെ വോളിൻ്റെ കോണേഴ്സൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കണം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് പോയി നോക്കിയാൽ മതി. ഞാൻ പറയുന്ന ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ വോളിൻ്റെ കോണേഴ്സൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കും. അതെനിക്കൊരു എപ്പോഴും നെഗറ്റിവിറ്റി ആയിട്ട് തോന്നാറുണ്ട്. എനിക്ക് ഈ വോളിൻ്റെ കോണറൊന്നും പൊട്ടിയിരിക്കുന്നത് ഇഷ്ടമല്ല, ആ പെയിൻറ്റ് പോയി പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനൊന്ന്, ഇതൊരു നമുക്കിങ്ങനെ സിലിക്കോൺ ഒരു സംഭവം പോലെയാണ്. സിലിക്കോൺ അല്ല, ഇങ്ങനെ അങ്ങനെ റിപ്പയർ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം അത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും നല്ല നീറ്റായിട്ട് അതിരിക്കും. അപ്പം എല്ലാ കോണേഴ്സും ഇങ്ങനെ പൊട്ടിയുള്ളത് ഒക്കെ നല്ല ക്ലീൻ ആക്കി ഇത് വെച്ചിട്ട് ചെയ്തു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ ഡൈനിങ് ടേബിളിലെ റണ്ണേഴ്സൊക്കെ മാറ്റി ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന റണ്ണർ എടുത്ത് വിരിച്ചു. പിന്നെ കിച്ചൺ കബോർഡ്സ് ഒക്കെ ഞാൻ അനിത അവിടെ നിന്ന് തൂക്കുന്നുണ്ടല്ലോ, അനിതയെ കൊണ്ട് അതെല്ലാം മാറ്റിച്ചല്ല, അകത്തെ സാധനങ്ങളെല്ലാം പുറത്തെടുത്തൊന്ന്
ക്ലീൻ ചെയ്യിച്ചായിരുന്നു മിക്ക കിച്ചൺ കബോർഡ്സും. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം ചെയ്തായിരുന്നു കേട്ടോ. അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ എല്ലാം ഇച്ചിരി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ആഴ്ചയായിട്ട് തുടങ്ങിയ പരിപാടിയായിരുന്നു ഫാൻ ക്ലീൻ ചെയ്യിക്കൽ. അതെല്ലാം കുറച്ചായിട്ട് ഓരോ ദിവസം ഓരോ കബോർഡ്സായിട്ട് ഫാൻ ക്ലീൻ ചെയ്യിക്കൽ, അതൊക്കെ എന്നും ഇച്ചിരി ചെയ്യുമായിരുന്നു മുകളിൽ വശം ഒക്കെ. പിന്നെ ഇത് ഇങ്ങനെ ഈ സോപ്പ് ഡിസ്പെൻസർ ഞാൻ ഒരു എക്സിബിഷന്, കലൂർ ഒരു എക്സിബിഷന് പോയപ്പം മേടിച്ചതാണ്. നേരത്തെ ഇരുന്നത് ഒരു 4 വർഷമായി. ഞങ്ങളിവിടെ വന്നോ അതിൻ്റെ നെക്സ്റ്റ് ഇയറോ അങ്ങനെ എങ്ങാണ്ട് മേടിച്ചതാണ്. 3 വർഷമോ 4 വർഷമോ ആയി. അപ്പം അതൊന്ന് മാറ്റി പുതിയത് വെക്കാമെന്ന് വെച്ചാൽ അവിടെ എക്സിബിഷൻ അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് മേടിച്ച് റീഫിൽ ചെയ്ത് വെക്കുവാണ്. ഇതെല്ലാം ഞാൻ 1-ാം തീയതി തൊട്ട് യൂസ് ചെയ്യാൻ, ചിങ്ങം 1 തൊട്ട് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത പരിപാടി ഒരു ഗ്രീൻ പീസ് കട്ട്ലറ്റ് ഉണ്ടാക്കൽ. എന്നിട്ട് ചെറിയ ജീരം ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരം ക്യുമിൻ സീഡ്സ് ഒന്ന് പൊട്ടിക്കുക. ക്യുമിൻ സീഡ്സ് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ഒന്നും അങ്ങനെ ചെറുതായിട്ട് പൊടിയായിട്ടൊന്നും അരിയണ്ട. പിന്നെ 4-5 വെളുത്തുള്ളി ഹോളായിട്ട് തന്നെ അരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അതൊന്ന് ചെറുതായിട്ട് വഴറ്റി എടുത്തിട്ടാണ് ഗ്രീൻ പീസ് ചേർക്കുന്നത്. ഗ്രീൻ പീസ് ഒരു 100-150 ഗ്രാം. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ്, വെള്ളത്തിലൊന്നും കുതിർത്തിട്ടില്ല. ഫ്രോസൺ അല്ല, ഫ്രോസൺ ആയാലും മതി, കുഴപ്പമില്ല. ഉണക്ക ഗ്രീൻ പീസ് അല്ല. അത് ചേർത്ത് ഒന്ന് 4-5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്തായിരുന്നു കേട്ടോ. ചാട്ട് മസാല ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചേർക്കുന്നത് കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്രയാണ് പൊടികൾ ചേർക്കുന്നത്. ചാട്ട് മസാല, ഗരം മസാല, കായപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ചേർക്കുന്ന 2 ഡേറ്റ്സ്, അതിൻ്റെ കുരുമാറ്റി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത്. ഡേറ്റ്സ് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു ചെറിയൊരു മധുരം ചാട്ട് മസാലയും ഇതും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നല്ലൊരു പുളിപ്പും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് ചാട്ട് മസാലയുടെ ഡേറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ. പിന്നെ നമുക്കൊരു ഹോൾഡ് ചെയ്യാനായിട്ട്, കട്ട്ലറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് നല്ലതാണ്. കാരണം വേറെ ഒന്നിനും ഡിപ്പ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഒരു ബൈൻഡിങ് എഫക്റ്റിനും ഡേറ്റ്സ് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ വെള്ളം എന്ന് പറയുന്നത് ഒട്ടും കൂടുതൽ വേണ്ട. ഞാൻ ആ ഒരു തവിയിൽ ഒരു ഇത്രയും വെള്ളമേ മൊത്തം ചേർക്കുന്നുള്ളൂ. ടേബിൾ സ്പൂണിലാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം. എന്നിട്ട് നല്ല സിമ്മിൽ, ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. പ്രഷർ കുക്ക് ചെയ്യരുത് കേട്ടോ. പ്രഷർ കുക്ക് ചെയ്താൽ അത് വെള്ളമായി പോവും. 10 മിനിറ്റ് സിമ്മിൽ വേവിച്ചിട്ട് അത് ഒരു പ്ലേറ്റിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഞാൻ വേറൊരു ദിവസം ഒരു വെള്ളക്കടല വെച്ച് കട്ട്ലറ്റ്, ഞാൻ വീഡിയോ കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ആണെങ്കിൽ പ്രഷർ കുക്ക് ചെയ്യണം. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഇടാം എപ്പോഴേലും. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് നന്നായിട്ട് അത് അരച്ചെടുക്കണം. ചെറിയ ഇതുണ്ടെങ്കിലും കുഴപ്പമില്ല. അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ചേർക്കുക കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തു. അത് റെക്കോർഡായില്ല എന്ന് തോന്നുന്നു. കടലമാവ് 1 ടേബിൾ സ്പൂൺ മതി. അത് ഒരു ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് കയ്യിൽ ഇച്ചിരി നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ഒരു കബാബ് പോലെ അല്ലെങ്കിൽ ടിക്കി പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. വേറെ ഒന്നിലും നമ്മൾ ഡിപ്പ് ചെയ്യുന്നതിലോ ഒന്നുമില്ല. ഈ വേണമെങ്കിൽ ഗ്രീൻ പീസ് ടിക്കി എന്നും പറയാം. നമ്മൾ പൊട്ടറ്റോ ടിക്കിയൊക്കെ ചെയ്യത്തില്ല, അതേപോലെ ഗ്രീൻ പീസ് ടിക്കി എന്ന് പറയാം. ഞാൻ കട്ട്ലറ്റ് എന്ന് പേരിട്ടതേ ഉള്ളൂ, ടിക്കി എന്ന് പറയാം. അപ്പം ഇങ്ങനെ റോൾ ചെയ്ത് നല്ല ടൈറ്റായിട്ടിരിക്കും കേട്ടോ. നല്ല വെള്ളമൊന്നും കാണത്തില്ല, കാരണം നമ്മൾ അധികം വെള്ളത്തിലൊന്നും അല്ല വേവിച്ച്. അപ്പം നല്ല ടൈറ്റായിട്ടൊരു സംഭവമായിരിക്കും. നല്ല ഉരുട്ടി അധികം പൊട്ടലുകളില്ലാതെ ഒന്ന് ഉരുട്ടി ടൈറ്റായിട്ട് കുഞ്ഞു ബോൾസാക്കി മാറ്റി വെക്കുക. ഇത്രേ ഉള്ളൂ. എനിക്കെന്തോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലോസ്റ്റ് ആയിപ്പോയി കേട്ടോ. പെട്ടെന്ന് എനിക്കെന്തോ നന്ദൂര് കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുത്തില്ല. അങ്ങനത്തെ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ലോസ്റ്റ് ആയിപ്പോവും. അങ്ങനെ എന്തോ സംഭവിച്ചു. അതാണ് എനിക്ക് പെട്ടെന്ന് ലോസ്റ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ എന്തോ വെറുതെ അവിടെ നിന്നൊക്കെ തുടയ്ക്കാൻ തുടങ്ങി. അത് ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോധം തിരിച്ചു വന്നപ്പോഴത്തേക്കും ആണ് ക്യാമറ ആക്ച്വലി ഓഫ് ചെയ്തത്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സ് ലോസ്റ്റ് ആയി പോയതാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ സംഭവം നന്ദൂന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കട്ട്ലറ്റ്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതും അത് നന്ദൂനെ സ്കൂളിൽ കൊണ്ടുപോയി ഭയങ്കര ഇങ്ങനത്തെ വെറൈറ്റി സ്നാക്സ് സ്കൂളിൽ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി ഷെയർ ചെയ്യാനും അവരെയൊക്കെ കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കി തന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഓർത്തയ്യോ നന്ദൂന് ഇത് അങ്ങനത്തെ പല ചിന്തകൾ വന്ന് ഞാനങ്ങ് ലോസ്റ്റായിപ്പോയി. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ അവിടെയൊക്കെ തുടച്ചുകൊണ്ടിരുന്നെങ്കിൽ എൻ്റെ കുറച്ച് നേരം ഞാൻ ഇതായിപ്പോയി. അതാണ് ആ സമയത്ത് സംഭവിച്ചത്. അത് പോട്ടെ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ആക്കി റെഡിയാക്കി വെച്ചതേ ഉള്ളൂ. പിന്നെ വൈകുന്നേരമാണ് ഞാനിത് ഒരു അയൺ പാനിൽ
ഒരിച്ചിരി ഞാൻ നെയ്യ് ഒഴിച്ച് തന്നെയാണ് ഫ്രൈ ആക്കിയത്. ജസ്റ്റ് ഷാലോ ഫ്രൈ. ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒട്ടും തന്നെ എണ്ണയില്ല. ഒരു ടേബിൾ സ്പൂൺ നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. അത് വളരെ കുറച്ചുള്ള പാൻ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അയൺ ഇതാകുമ്പം കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഞാൻ എൻ്റെ വിലയുടെ കാണിക്കുമ്പോൾ പറയാമല്ലോ, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടാണ് അയണും കൂടെ കിട്ടുമല്ലോ. അതുകൊണ്ട് വളരെ കുറച്ചാണ്. നല്ല എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്താൽ നല്ല ഭംഗിയായിട്ടും കൂടെ വരും. ഇതിപ്പം ഭംഗിക്കുറവ് എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് വളരെ കുറച്ചിലാണ് വെച്ചാൽ ഹെൽത്തി ആക്കാൻ വേണ്ടി പ്രോട്ടീൻ ആണ് ചെയ്യുന്നത്. ആ സമയത്ത് ചായയും കൂടി ഇട്ടു. അത് പകുതി ഒരു സൈഡ് ഇതായി വന്നപ്പോഴത്തേക്ക് ഞാൻ ചായ ഇടാൻ തുടങ്ങി. ഇത് ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കാനും സ്കൂളിൽ കൊടുത്തുവിടാനും. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഇതിനകത്ത് ഈ ഡേറ്റ്സും ആ മധുരം പുളിപ്പ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ആ ചാറ്റ് മസാലയുടെ ഒരു ചെറിയൊരു ടാങ്കി എഫക്റ്റ് വരും. അതാണ് ആ പുളിപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞാൻ ഉരുളയുമായിട്ട് തീറ്റി കളിക്കാം, അവൻ കളിച്ചിട്ട് വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ കഴിച്ചു. പക്ഷേ ഉരുളയെണ്ണ ഒരെണ്ണം ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 4 എടുത്ത്. ഞാൻ 4 കൂടെ കഴിച്ചില്ല. പക്ഷെ അത്യാവശ്യം കുറച്ച് ഹെവി ആയിരുന്നു കേട്ടോ. അത്രയും ഇത് വന്നപ്പോൾ എനിക്ക് 3 തന്നെ കഴിച്ചു തീർക്കാൻ പറ്റിയില്ല, ഇച്ചിരി ഹെവി ആയിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു വർഷം, ചിങ്ങം ഒന്നല്ലേ നാളെ, നല്ലൊരു വർഷം, എല്ലാ സന്തോഷവും സമൃദ്ധിയും നല്ലതായിട്ട് വരട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. സമൃദ്ധി എന്ന് ഞാൻ പറയുന്നില്ല, പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവട്ടെ. നന്നായിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ.